ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ എപ്പിഡ്യൂറൽ ഡെലിവറി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 മന്ത്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 മന്ത്സ് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു ഇത്ര ഡിലേ ആയത്. കാരണം എപ്പിഡ്യൂറൽ എടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മൾ 3 മാസത്തിൻ്റെ ഉള്ളിൽ മനസ്സിലാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഡിലേ ആയത്. അപ്പോൾ ഈ വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഞാൻ എപ്പിഡ്യൂറൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പിഡ്യൂറൽ ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറേ റെഫർ ചെയ്ത് വീഡിയോസ് കണ്ട്, പിന്നെ കുറേ പേരോട് എക്സ്പീരിയൻസ് ചോദിച്ച് അഡ്വൈസ് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ എപ്പിഡ്യൂറൽ ചൂസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷം 2024 നവംബറിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഖത്തറിലായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ ഓൾമോസ്റ്റ് ഒരു 7 മന്ത്സ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊന്നും എപ്പിഡ്യൂറൽ എടുക്കണം അല്ലെങ്കിൽ എപ്പിഡ്യൂറലിനെ കുറിച്ചൊരു നോളജ് ഒന്നും എനിക്ക് ബേസിക്കലായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഇനി ഡെലിവറി അടുത്ത് വരുന്നുണ്ട് എന്നുള്ളൊരു ടെൻഷൻസൊക്കെ എൻ്റെ ഉള്ളിൽ കൂടിയത്. അപ്പോൾ തൊട്ടേ എനിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്നത് വേദന ഞാൻ എങ്ങനെ സഹിക്കും. കാരണം ഒരു ചെറിയ പെയിൻ പോലും ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ ഇത്രയും വലിയൊരു പെയിൻ ഞാൻ എങ്ങനെ സഹിക്കും എന്നുള്ള ടെൻഷൻ എനിക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കാട്ടി ടെൻഷൻ പുറത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ലേബർ റൂമിലാകുമ്പോൾ പുറത്ത് ഇരിക്കുന്നവരെ കുറിച്ചിട്ടുള്ള ടെൻഷനും ഉണ്ടായിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡ് പോയി ഡെലിവറീൻ്റെ സമയത്ത് ഡെലിവറി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ആ സമയത്ത് ആൾക്ക് എത്താൻ പറ്റില്ല എന്നുള്ളൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ പെയിനും കൂടി എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ്റെ പുറത്ത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, നമുക്ക് എപ്പിഡ്യൂറലിനെ എടുക്കുന്നതിനെ പറ്റി അഭിപ്രായം എന്താ ചോദിച്ചപ്പോൾ ആൾക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പിഡ്യൂറലൊന്നും എടുക്കണ്ട എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ആളും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് റെഫർ ചെയ്തതിന് ശേഷം നമുക്ക് താങ്ങാൻ പറ്റാത്ത, നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ എപ്പിഡ്യൂറൽ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ ജൂലൈ 22 ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ അതിന് 1 വീക്ക് മുന്നേ ഹസ്ബൻഡ് നാട്ടിലെത്തി. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പെയിൻ ആണെങ്കിൽ നമുക്ക് എപ്പിഡ്യൂറൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഡ്മിറ്റായി സമയത്ത് തന്നെ ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പിഡ്യൂറൽ ചൂസ് ചെയ്യണം, എനിക്ക് എപ്പിഡ്യൂറൽ ഡെലിവറി മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് സിസ്റ്റേഴ്സ് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് എപ്പിഡ്യൂറൽ എടുക്കുന്നത്, നിങ്ങൾക്ക് വേദന അറിയണ്ടേ, വേദന അറിഞ്ഞ് പ്രസവിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് നമ്മുടെ ബോഡീനെ പറ്റി നമുക്ക് എന്തൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ പെയിൻ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, അതുകൊണ്ട് എപ്പിഡ്യൂറൽ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പെയിൻ വന്നിട്ടല്ല ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, പെയിൻ ഇൻഡ്യൂസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ നമുക്ക് പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ എപ്പിഡ്യൂറൽ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡെലിവറി ഞാൻ വിചാരിച്ചതിലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പം ഇതിൽ ഞാനിപ്പോൾ എപ്പിഡ്യൂറലിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ആരെങ്കിലും എപ്പിഡ്യൂറൽ ചൂസ് ചെയ്യണോ വേണ്ട, അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മാത്രം അഭിപ്രായത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് തീരുമാനമായിരുന്നു. കാരണം ഞാൻ ഓൾമോസ്റ്റ് 72 hours ഞാൻ പെയിൻ സഹിച്ചിട്ടുണ്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് പെയിൻ ഉണ്ടെങ്കിലും വികസനം വരുന്നുണ്ടായിരുന്നില്ല, ബേബി ഇറങ്ങുന്നുണ്ടായിരുന്നില്ല, എനിക്ക് ഡെലിവറിക്കുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. ഷുഗർ ആയ കാരണമാണ് ഞാൻ 38 വീക്കിൽ അഡ്മിറ്റ് ആയത്. പക്ഷേ നമുക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആദ്യം ടാബ്ലറ്റ് തന്നു, പിന്നെ എന്തോ ഓയിൽമെൻറ്റ് തന്നു, പിന്നെ നമുക്ക് ഡ്രിപ്പ് തന്നു. അങ്ങനെ ഇത് നമ്മൾ ഓരോ തവണ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി തരുമ്പോഴും നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ ഉണ്ടാവും, പക്ഷേ വികസനം ഉണ്ടാവില്ല. 1 സെൻറ്റിമീറ്റർ, 1.5 സെൻറ്റിമീറ്റർ, പിന്നെയും 1 സെൻറ്റിമീറ്റർ, അങ്ങനെ ഒരുപാട് ഞാൻ വേദന സഹിച്ചു. അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗർ കൂടാതെ നമ്മൾ നോക്കണം, ഡെലിവറിൻ്റെ ടൈം ആകുമ്പോൾ ഷുഗർ ഒന്ന് കൂടാതെ നോക്കണം. അതുകൊണ്ട് ഭക്ഷണം പ്രോപ്പറായിട്ട് ചോറ് കഴിക്കാനൊന്നും കാര്യമായിട്ട് നമുക്ക് വിശപ്പടക്കുന്ന രീതിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറിൻ്റെ ടൈമിൽ. ആ സമയത്ത് എനിക്ക് എപ്പിഡ്യൂറലും കൂടി ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അത് സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല.
അങ്ങനെ ഡെലിവറി 23-ാം തീയതി ഉച്ചയൊക്കെ ആയപ്പം ലേബർ റൂമിലേക്ക് കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഡോസ് മെഡിസിനും കൂടി തന്നപ്പോൾ എനിക്ക് പെയിനെക്കാട്ടി ഉപരി ഞാൻ തളർന്നു പോകുന്നു, ഭയങ്കരമായിട്ട് ഞാൻ വീക്കായി പോയി. അപ്പോൾ ആ സമയത്താണ് എനിക്ക് പെയിന് വന്നത്. അപ്പോൾ എനിക്ക് ഒന്നും ഒരു ഐഡിയയും കിട്ടാതെ ഞാൻ എന്ത് ചെയ്യുന്നുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എപ്പിഡ്യൂറൽ വേണം, എനിക്ക് ഇനി ഇത് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. കാരണം പെയിൻ്റെ കൂടെ എൻ്റെ ബോഡി വീക്കായി വരികയാണ്, പിന്നെ പുറത്തുള്ളവർ അതിനനുസരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എപ്പിഡ്യൂറൽ ചൂസ് ചെയ്യണം. അങ്ങനെ ഹസ്ബൻഡിനോട് സംസാരിച്ചു, അമ്മേനോട് സംസാരിച്ചു. അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഹസ്ബൻഡിനും അങ്ങനെ എപ്പിഡ്യൂറൽ ചൂസ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നു. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ ചൂസ് ചെയ്തോ എന്നുള്ള രീതിക്കായിരുന്നു ഹസ്ബൻഡും പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ എനർജി മുഴുവൻ ലോസായി പോയിക്കൊണ്ടിരിക്കുക, പിന്നെ ഡെലിവറി നമുക്ക് എപ്പോഴാണ് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റില്ലല്ലോ. അങ്ങനെ ഞാനൊരു 23-ാം തീയതി 5 മണിയൊക്കെ ആയപ്പോൾ എപ്പിഡ്യൂറൽ പ്രൊസീജിയർ തുടങ്ങി. അതൊരു 20 മിനിറ്റ് എങ്ങാണ്ട് എടുത്തിട്ടുള്ള ഒരു പ്രൊസീജിയറായിരുന്നു. ടു ബി ഹോണസ്റ്റ്, എപ്പിഡ്യൂറൽ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ പെയിനും കാര്യങ്ങളൊന്നും എപ്പിഡ്യൂറൽ എടുക്കുന്നതിൻ്റേതായിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്ക് ആ ഇഞ്ചക്ഷൻ, ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ എന്ന് പറയില്ല, എന്തോ ഒരു ട്യൂബ് പോലത്തെ സാധനം നമ്മുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിലൂടെ മെഡിസിൻ കയറ്റി വിടുകയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോഴത്തെ ഒരു ഇതിൽ ഞാനതൊന്നും ചോദിക്കാനോ നമുക്ക് കാണാനും പറ്റില്ല, നമ്മുടെ പുറകിൽ നമ്മൾ ചെരിച്ച് കിടത്തിയിട്ടാണല്ലോ ചെയ്യുക. പക്ഷെ ആ സമയത്ത് നമ്മൾ ചെരിച്ച് കിടത്തി നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കണം. ആ ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വയറ് ടൈറ്റ് ആവുന്നതിൻ്റെ ഒരു പെയിൻ, ആ ഒരു ഡിസ്കംഫർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ എപ്പിഡ്യൂറൽ എടുക്കുമ്പോൾ പെയിൻ ഉണ്ടാവില്ല. എപ്പിഡ്യൂറൽ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സമാധാനമായിട്ട് ഒരു 2 മണിക്കൂർ ഉറങ്ങിയത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന് ശേഷം 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പെയിൻ അറിയുന്നുണ്ടായിരുന്നു. എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പെയിൻലെസ് ലേബർ ആയിരിക്കില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച സാധനം. വേദന അറിയാതെ നമുക്ക് പ്രസവിക്കാൻ പറ്റില്ല, വേദന അറിഞ്ഞിട്ടേ പ്രസവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വേദനേൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പിഡ്യൂറൽ ചൂസ് ചെയ്യാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഫസ്റ്റ് ഡെലിവറി ആകുമ്പോൾ നമുക്ക് പുഷിങ് സെൻസേഷൻ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് ഡെലിവറീൻ്റെ ടൈമിൽ അവർ നമുക്ക് ഡോസ് തരില്ല, എപ്പിഡ്യൂറൽ ഇടില്ല. അപ്പോൾ എന്തായാലും പുഷ് ചെയ്ത് നമ്മൾ ബേബിനെ കൂടെ പുറത്തേക്ക് പുഷ് ചെയ്താക്കണമെങ്കിൽ നമ്മൾ എപ്പിഡ്യൂറൽ ഇല്ലാതെ തന്നെയാണ് ബേബിനെ പുഷ്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഫോൾസ് ഇൻഫർമേഷൻ, ഫോൾസ് ആണോ ഇനി ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് അത് മാറുമായിരിക്കും. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു, എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡെലിവറീൻ്റെ ടൈം കൂടും. അതായത് നമ്മൾ കൂടുതൽ പെയിൻ സഹിക്കേണ്ട ടൈം കൂടിയിട്ട് ഡെലിവറീൻ്റെ ഒരു ടൈം ഉണ്ടാവില്ല, ആ ടൈം കൂടുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഡെലിവറി ടൈമൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. 5 മണിക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് 5:30 ആ ടൈമൊക്കെ ആയപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഡോസ് തന്നു തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഒരു 2 മണിക്കൂർ ഉറങ്ങി, ഒരു 7:30-8 മണി വരെയൊക്കെ ഞാൻ ഉറങ്ങി. പിന്നെ എനിക്ക് പെയിൻ, ഈ ഡോസ് കഴിയുമ്പോൾ നമുക്ക് പെയിന് പിന്നെ തോന്നി തുടങ്ങുമ്പോൾ നമുക്ക് സിസ്റ്റേഴ്സിനോടോ അല്ലെങ്കിൽ ഡോക്ടറോടോ പറഞ്ഞാൽ അവർ പിന്നെയും പെയിനിനുള്ള മരുന്ന് കയറ്റുകയാണ് ചെയ്യാം. അങ്ങനെ വേദന വന്നപ്പോൾ ഞാൻ പിന്നെ ഡോക്ടറോട് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് ആ 2 മണിക്കൂർ കിട്ടിയ സുഖം എനിക്ക് പിന്നെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ ഡോസ് കുറയ്ക്കുകയാണോ എന്താണെന്ന് അറിയില്ല, നമ്മൾക്ക് ആ പെയിൻ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ചെറിയ രീതിക്ക് കാലിൻ്റെ അവിടെയൊക്കെ ഒരു സഹിക്കാൻ പറ്റുന്ന ഒരു വേദന, അടിവയറിനൊക്കെ ഒരു ഡിസ്കംഫർട്ട് അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ലേബർ പെയിൻ നമ്മൾ അത്രയും എക്സ്ട്രീമായിട്ട് അതുവരെ അനുഭവിച്ച പെയിൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും PV ചെയ്തപ്പോൾ, അങ്ങനെ ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും PV ചെയ്തപ്പോഴാണ് എനിക്ക് ഡൈലേഷൻ ഒന്നും ആയിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ വാട്ടർ ബ്രേക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഡെലിവറി ആയത്. 2:45-നാണ് എൻ്റെ ഡെലിവറി ആയത്. അതുകൊണ്ട് 10 മണിക്ക് വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് 2:45 പറഞ്ഞാൽ ഏകദേശം ഒരു 4-4:30-5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഡെലിവറി പെട്ടെന്ന് ഡൈലേഷനൊക്കെ ആയി ഡെലിവറി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് PV ചെയ്യുമ്പോൾ എനിക്ക് ഡൈലേഷൻ 1.5 ആയിരുന്നു ഡൈലേഷൻ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം പെട്ടെന്ന് 5 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് എല്ലാം ഡൈലേഷൻ ആയതും ഡെലിവറി കഴിഞ്ഞതൊക്കെ. പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ ഡെലിവറിയുടെ ടൈമിൽ നമുക്ക് ആ എപ്പിഡ്യൂറലിൻ്റെ
ഡോസ് തരാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, നമുക്ക് ഡെലിവറിൻ്റെ പെയിൻ നന്നായിട്ട് അറിയാം, പുഷിങ് സെൻസേഷൻ ഒക്കെ കറക്റ്റായിട്ട് അറിയാം, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുഷ് ചെയ്യാനും അറിയില്ല, പെയിൻ അറിയാത്തതുകൊണ്ട് പുഷ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായില്ല. ഞാൻ പുഷ് ചെയ്തിട്ട് തന്നെയാണ് ബേബി പുറത്തേക്ക് വന്നത്. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്റ്റിച്ച് ഇടുന്ന സമയത്ത് പെയിൻ ഉണ്ടാവുമോ ചോദിച്ചാൽ, ആ സമയത്ത് ഓൾറെഡി നമ്മൾ എപ്പിഡ്യൂറൽ എടുത്തിട്ടില്ലെങ്കിലും എടുത്താലും നമുക്കൊരു ഇഞ്ചെക്ഷൻ തന്നിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ഇടുന്നത്. ആ സമയത്ത് പെയിൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പെയിൻ എവിടേക്കോ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ക്ഷീണം, നമ്മൾ ഔട്ട് ഓഫ് കവറേജ് ഒക്കെ ആയിരിക്കും. ആ സമയത്ത് ഞാൻ ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു, എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പെയിൻ എവിടേക്കോ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ, അതിൻ്റെ ഹെൽത്ത് മീൻസ് എൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടു. ഞാൻ ഡെലിവറി കഴിഞ്ഞൊന്നൊന്ന് റിക്കവറായി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. പിന്നെ പിറ്റേ ദിവസം 2:45 ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം 8 മണിയൊക്കെ ആയപ്പോഴാണ് അനസ്തേഷ്യസ്റ്റ് വന്നിട്ട് എൻ്റെ എപ്പിഡ്യൂറലിൻ്റെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞത്. ഒരു പെയിൻ ഉണ്ടായിട്ടില്ല റിമൂവ് ചെയ്യുമ്പോഴൊക്കെ. എനിക്ക് പേടി ഉണ്ടായിരുന്നു, കാരണം റിമൂവ് ചെയ്യുമ്പോൾ ഇഞ്ചക്ഷൻ ആണോ വലിച്ചെടുക്കുന്നത് എന്നുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇഞ്ചക്ഷനൊന്നുമല്ല, ചെറിയൊരു പൈപ്പ് പോലത്തെ, പൈപ്പല്ല, എന്താ അതിന് എന്തോ ഒരു പേര് പറഞ്ഞു, അത് ഇൻസെർട്ട് ചെയ്തിട്ട് അതിലൂടെ മരുന്ന് പാസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ, മേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. പിന്നെ എപ്പിഡ്യൂറലിൻ്റെ എത്ര കോസ്റ്റായി എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 10,000 രൂപേൻ്റെ ഉള്ളിൽ ഒതുങ്ങാവുന്ന എമൗണ്ടേ ആയിട്ടുള്ളൂ അല്ലേ. കോസ്റ്റ് എത്രയായെന്ന് വെച്ചാൽ ഏകദേശം ഒരു 10,000 രൂപേൻ്റെ ഉള്ളിൽ ഒതുങ്ങാവുന്ന എമൗണ്ടേ ആയിട്ടുള്ളൂ. അപ്പം എപ്പിഡ്യൂറൽ എടുക്കുന്നത് വെർത്താണെന്ന് വെച്ചാൽ ഈ പ്രൈസിന് നല്ല എപ്പിഡ്യൂറൽ എടുക്കുന്നത് വെർത്താണ്. കാരണം നമ്മളെ ഹെൽത്ത് നമ്മളെപ്പോഴും മുന്നിൽ കണ്ടിട്ട് വേണം എന്ത് കാര്യത്തിൽ തീരുമാനം എടുക്കാനും. പിന്നെ പെയിൻ ടോളറൻസ് ഉള്ളവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞ് പെയിനൊക്കെ വന്നിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറലിൻ്റെ ആവശ്യം അത്ര വരില്ല എന്ന് തോന്നുന്നു. കാരണം പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഡയലേഷനൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ടെങ്കിൽ ഡെലിവറി പെട്ടെന്ന് കഴിഞ്ഞോളും. അല്ലാണ്ട് നേരത്തെ അഡ്മിറ്റ് ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഷുഗർ ഉള്ളതുകൊണ്ട് നേരത്തെ അഡ്മിറ്റ് ആവുക, പിന്നെ പെയിൻ ഉണ്ടായിട്ടും ഡയലേഷൻ വരുന്നില്ല, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ എപ്പിഡ്യൂറൽ എടുക്കുന്നത് എപ്പോഴും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറയണമെന്ന്, എനിക്ക് ഡെലിവറീൻ്റെ മുന്നേ ഞാൻ എപ്പിഡ്യൂറൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ പറയണമെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. ആരൊക്കെ കാണും, എത്ര പേര് കാണുമെന്നൊന്നും അറിയില്ല, പക്ഷേ കാണുന്ന 1-2 പേർക്ക് ഇത് ഉപകാരം ആവുകയാണെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് എപ്പിഡ്യൂറൽ എടുത്തതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് എപ്പിഡ്യൂറൽ എടുത്തതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞാൽ നോർമലി നമുക്കൊരു ബാക്ക് പെയിൻ ഉണ്ടാവേണ്ടതാണ്, ആ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, അത് റിക്കവറായി വന്നു. അല്ലാതെ എപ്പിഡ്യൂറൽ എടുത്തതിൻ്റെ പേരിൽ എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. ഈ 24-ാം തീയതി വന്നാൽ 4 മന്ത് സ്റ്റാർട്ട് ചെയ്യാണ് ബേബിക്ക്. അപ്പോൾ ഇതുവരെ പ്രശ്നങ്ങളും കാര്യങ്ങളും എനിക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും തോന്നിയിട്ടില്ല. ചിലർ പറഞ്ഞിട്ടുണ്ട് വിട്ടുമാറാത്ത തലവേദന ഉണ്ടാവും, കാലുവേദന ഉണ്ടാവും എന്നൊക്കെ. എനിക്ക് അങ്ങനത്തെ ഇതുവരെ ടച്ച് വുഡ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചായിരിക്കും, ഞാൻ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ എപ്പിഡ്യൂറൽ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരു തെറ്റായ തീരുമാനം അല്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു. ഇനി എന്തെങ്കിലും എപ്പിഡ്യൂറലിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്